Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്ററിലെ അവസാനത്തെ എക്സാം ആണ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്. പ്രാക്ടിക്കൽ ടാക്സേഷൻ. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങള്, പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങള്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വലിയൊരു പേപ്പർ ആയതുകൊണ്ട് തന്നെ 2 മാർക്സിന്റെ എന്താണ് നമുക്ക് ഇത് തന്നെ വരുന്ന അല്ല പ്രിഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. അസൈൻമെന്റ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ സബ്ജക്ട്സിന്റെയും. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം പിടിച്ചോ. ഡിറക്റ്റ് ടാക്സ് എന്താണ്? ഡിറക്റ്റ് ടാക്സ് എന്താണ് നിർബന്ധമായും പഠിക്കുക. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാൻ സാധിക്കും. അതിനുശേഷം നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡ്യുവൽ GST മോഡൽ കൺസെപ്റ്റ്. ഡ്യുവൽ GST മോഡൽ എന്താണ്? ദെൻ നെക്സ്റ്റ് സപ്ലൈയിൽ തന്നെ പലതരത്തിലുള്ള സപ്ലൈ ഉണ്ട്. അതിലേതെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് സപ്ലൈ എന്താണെന്നതിൻ്റെ കൺസെപ്റ്റിൻ്റെ കൂടെ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് സപ്ലൈ ഉണ്ട്. അതിൽ ആദ്യത്തെയാണ് കോമ്പോസിറ്റ് സപ്ലൈ. Then next exempt supply, composite supply, exempt supply, sorry. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രാ റേറ്റ് സപ്ലൈ, അതുപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ഇൻട്രാ സ്റ്റേറ്റും ഇന്റർ സ്റ്റേറ്റും ഉണ്ട്. പിന്നെ ടൈം, വാല്യൂ. അപ്പം ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റ് നോക്കാം കേട്ടോ. എന്താണ് ടൈം ഓഫ് സപ്ലൈ? ടൈം ഓഫ് സപ്ലൈ ഉണ്ട്. അതുപോലെ തന്നെ വാല്യൂ ഓഫ്, ഇതൊക്കെ എന്താണെന്ന് 2 മാർക്സിൻ്റെ ആണ്. വാല്യൂ ഓഫ് സപ്ലൈ കൂടുതൽ ഞാൻ കോമ്പോസിറ്റും എക്സംപ്റ്റഡ് സപ്ലൈ ആണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇൻഡർസ്റ്റേറ്റ് ആൻഡ് ഇൻട്രാ. ഓക്കെ, അപ്പോൾ സപ്ലൈയിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾ വരെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിർബന്ധമായും പഠിക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, so that's about our question, interstate intrastate കേട്ടോ. മൂവിങ് ടു നമ്പർ 4, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇ ഇൻവോയ്സിങ് എന്താണ്, അല്ലെങ്കിൽ ഇ ഇൻവോയ്സ് എന്താണ്? ഓക്കെ, ഇ ഇൻവോയ്സിങ് എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. നെക്സ്റ്റ് GST നെറ്റ്വർക്കിനെ പറ്റിയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സാക് കോഡ്. GSTN അതുപോലെ തന്നെ സാക് കോഡ് 2 മാർക്സിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സാക് കോഡ് എന്താണ്? ദെൻ നെക്സ്റ്റ് കോമ്പോസിഷൻ ലെവി, ക്വസ്റ്റ്യൻ നമ്പർ 7 പ്രതീക്ഷിക്കുന്നതാണ്. കോമ്പോസിഷൻ ലെവി എന്താണ്? അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ കൺസെപ്റ്റ്, ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഞാൻ ITC എന്ന് ചെറുതാക്കി എഴുതണല്ലോ, നിർബന്ധമായി നോക്കണം. അതുപോലെ തന്നെ TDS എന്താണ്? TDS നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് 2 മാർക്സിന്. ഇനി നെക്സ്റ്റ് റിട്ടേണിലെ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റിട്ടേണിലെ ഏതെങ്കിലും ഒരെണ്ണം, അതിപ്പോൾ കൂടുതൽ ഇപ്പോൾ റിവൈസ്ഡ് റിട്ടേൺ ഉണ്ട്. അതുപോലെ തന്നെ ഡിഫക്റ്റീവ് റിട്ടേൺ ഉണ്ട്. ഡിഫക്റ്റീവ് റിട്ടേൺ നോക്കിയിരിക്കണം. പിന്നെ നെക്സ്റ്റ് നമ്മൾ അതിൽ തന്നെ മാൻഡേറ്ററി റിട്ടേൺ ഉണ്ട്, വോളണ്ടറി റിട്ടേൺ. ഇതിലൊക്കെ കൺസെപ്റ്റ് നോക്കാം. എന്താണ് മാൻഡേറ്ററി ആൻഡ് വോളണ്ടറി റിട്ടേൺ. ഓക്കെ, റിട്ടേൺ
ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റ് നിർബന്ധമായും പഠിച്ചിരിക്കണം, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഡിഫക്റ്റീവ്, മാൻഡേറ്ററി, വോളണ്ടറി. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് റിട്ടേൺ ഓഫ് ഇൻകം, റിട്ടേൺ ഓഫ് ലോസും അതിൻ്റെ കൺസെപ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. റിട്ടേൺ ഓഫ് ഇൻകം, റിട്ടേൺ ഓഫ് ഇൻകം, അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് ലോസ്. ഈ ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ നമ്മൾ ഈ പറയുന്ന 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. 8 ചോദ്യങ്ങളാണല്ലോ, അതിൽ നമുക്ക് 5 ആൻസർ ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് ഒരു സജഷൻ, ഫൈനൽ റിട്ടേണും. ഫൈനൽ റിട്ടേൺ എന്താണ് അത് നോക്കണം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു ചോദ്യമാണത്. അതുപോലെ തന്നെ ITC റിവേഴ്സൽ എന്താണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ റിവേഴ്സൽ എന്താണ്? 2 മാർക്സിന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. നിർബന്ധമായും നോക്കിയിരിക്കണം. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു 5 കിട്ടും. 8 ചോദ്യങ്ങളാണല്ലോ നമുക്ക് വരുന്നത്. ഇതിൽ ആദ്യത്തെ ഡിറക്റ്റ് ടാക്സ് എന്താണ്? ഡ്യുവൽ GST മോഡൽ എന്താണ്? സപ്ലൈയിൽ ഇതെങ്കിലും 1-2. സപ്ലൈ എന്താണ്? കോമ്പോസിറ്റ് സപ്ലൈ. പിന്നെ എക്സം സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ, വാല്യൂ സപ്ലൈ, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ, ഇൻട്രാ സ്റ്റേറ്റ്. പിന്നെ ഈ ഇൻവോയ്സ്, GSTN എന്താണ്? സാക് കോഡ് എന്താണ്? കോമ്പോസിഷൻ ലെവി എന്താണ്? ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. TDS എന്താണ്? പിന്നെ റിവൈസ് റിട്ടേൺ, ഡിഫക്റ്റീവ് റിട്ടേൺ, മാൻഡേറ്ററി ആൻഡ് വോളണ്ടറി റിട്ടേൺ, റിട്ടേൺ ഓഫ് ഇൻകം, റിട്ടേൺ ഓഫ് ലോസ്, ഫൈനൽ റിട്ടേൺ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ITCയിലെ റിവേഴ്സൽ എന്താണ്? പിന്നെ വരുമെന്നുള്ളത് നമുക്ക് 100% ഉറപ്പില്ല. മാറ്റ് കൺസെപ്റ്റ് ഉണ്ട്, മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് മാറ്റ് കൺസെപ്റ്റ് ഉണ്ട്. അത് ചിലപ്പോൾ മാത്രം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നൊരു ചോദ്യമാണ് മാറ്റ് എന്താണെന്നുള്ളത്. നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. അപ്പോൾ ഇനി നാളെ നമ്മൾ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ലൈവുമായിട്ട് വരുന്നതായിരിക്കും. ഇന്ന് എക്സാം റിലേറ്റഡ് ലൈവ് ചെയ്യണമെന്നുണ്ടായിരുന്നതാണ്, ബട്ട് എൻ്റെ ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ നാളെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ 3 പാർട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തത് ഇതാണ്, ആൻഡ് ഫൈനലി ഇത്. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.